ഹലോ, എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈസിയായി നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നതാണ്. അതിനായി ചിക്കൻ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 4-5 പ്രാവശ്യം വൃത്തിയായി കഴുകി വെച്ച ചിക്കനാണ്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ഉപ്പും ചേർത്ത് ഈ ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഹാഫ് ആൻ അവർ ഒന്ന് റെസ്റ്റിന് വെക്കുക. അപ്പം നല്ല രീതിയിൽ മസാലയൊക്കെ അതിൽ പിടിച്ചു വരും. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ സവാള ചേർത്ത് കൊടുക്കുക. 2 വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. സവാള നല്ല രീതിയിൽ വഴന്ന് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ചിക്കൻ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ചിക്കൻ വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉപ്പ് മാരിനേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്തതാണ്. പോരെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം അവസാനമായി മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്യാം. നാടൻ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.